തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പിന് പിന്നാലെ 2.5 വയസ്സുകാരി മരിച്ചെന്ന ആരോപണം. ഉറിയാക്കോട് സ്വദേശി സിദ്ദിഖ് ഫൈസലത്ത് ദമ്പതികളുടെ മകൾ ആയിഷ ഫാത്തിമയാണ് മരിച്ചത്. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയായ മമലിനെതിരെയാണ് പരാതി. ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയ കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവയ്പ്പുകൾ നൽകിയെന്നും പിന്നാലെ കുട്ടി ബോധരഹിതയായെന്നും ബന്ധുക്കൾ പറയുന്നു. കുട്ടിയെ ഉടൻ തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. പ്രതികരണങ്ങൾ കേൾക്കാം നമുക്ക്. ആശുപത്രിയിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയി. നേരത്തെ അവിടെ തന്നിരുന്ന ഈ ബോട്ടിൽ യൂറിനും എടുത്ത് ബ്ലഡും ടെസ്റ്റ് ചെയ്ത് അവിടെ കാണിച്ചു. എന്നിട്ട് നേരെ അരുൺ വാര്യർ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ OPയിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ട്, ആവി എടുക്കണം, വേറെ മരുന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. കുറേ നേരം ആവി പിടിച്ചതിന് ശേഷം മോള് പറഞ്ഞു മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് 2 വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. ഈ കൈൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചെറി ഇങ്ങനെ കോണിപ്പറ്റി ഇങ്ങനെ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ബിനിലെ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിലെ, ഈ 2.5 വയസ്സുള്ള ചെറിയ കുഞ്ഞാണ്. ഈ കുടുംബത്തിൻ്റെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടു. അവർ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ബിനിൽ? സേതു, 18-ാം തീയതിയാണ് ഈ ആയിഷ ഫാത്തിമ 2.5 വയസ്സുകാരിക്ക് തളർച്ചയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടത്. അതിന് പിന്നാലെ മറ്റ് ഈ സർക്കാർ ആശുപത്രിയിലാണ് ആദ്യം കാണിച്ചത്. പിന്നീട് ആ കുറവുണ്ടായില്ല. അതിനുശേഷം ഈ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇന്നലെ കുട്ടിക്ക് വീണ്ടും ഇത്തരം പനി ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ പരിശോധിച്ചു ശേഷം 2 ഇഞ്ചക്ഷൻ എടുത്തു. അതിന് പിന്നാലെ കുട്ടിക്ക് ഈ ശാരീരിക പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുകയായിരുന്നു. പിന്നീടാണ് ഈ കുട്ടിയെ നെയ്യാറിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ആശുപത്രി അധികൃതർ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല എന്നാണ് ബന്ധുക്കൾ, പിതാവ് ഉൾപ്പെടെ പറയുന്നത്. ഇഞ്ചക്ഷൻ എടുത്തതാണ് പ്രശ്നം എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആവി പിടിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് 2 ഇഞ്ചക്ഷൻ കൂടി എടുത്തു. പിന്നീട് ആരോഗ്യനില വലിയ രീതിയിൽ വഷളാവുകയും ചെയ്തു. പിന്നീട് ഈ മറ്റൊരു ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. പെട്ടെന്ന് വാഹനത്തിൽ കയറാൻ മാത്രമാണ് പറഞ്ഞത്. അത്രയ്ക്കും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പിതാവ് ഉൾപ്പെടെ പറയുന്നത്. ഇതിൽ ചികിത്സാ പിഴവ് ഉണ്ട് എന്നാണ് അവരുടെ ആരോപണം. കാട്ടാക്കടയിലെ മമൽ എന്ന ആശുപത്രിക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല കുഞ്ഞിന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് എന്തൊക്കെയാണ് കുട്ടിയുടെ പ്രശ്നം എന്നൊക്കെ ഈ ബന്ധുക്കളോട് പിതാവ് ഉൾപ്പെടെ പറഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷമാണ് ഈ നെയ്യാറിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകും വഴി കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. 2.5 വയസ്സാണ് ഈ കുഞ്ഞിന് ഉള്ളത്. എന്തായാലും ബന്ധുക്കൾക്ക് ഇക്കാര്യത്തിൽ വലിയ സംശയമുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ പിഴവാണ് മരണകാരണം എന്നാണ് അവർ ആരോപിക്കുന്നത്. ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആശുപത്രിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഇന്നാണ് പോസ്റ്റ്മോർട്ടം തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം എന്തായാലും നടക്കുക. ചെയ്തു. ഓക്കെ, ശരി.